വെയിറ്റ് ഞാൻ ഒരു മിനിറ്റ്. ഹലോ വിവാൻ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിച്ചു വരുന്ന വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളും കോഴ്സുകളും അതിൻ്റെ ഭാഗമായിട്ട് കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, പാരൻസ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ അവെയർ ആക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സൗജന്യ വെബിനാറുകൾ നമ്മൾ കണ്ടക്ട് ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കരിയർ ഗൈഡൻസും അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സൈക്കോളജി, സൈക്കോതെറാപ്പി വിഷയങ്ങളിലൊക്കെ അനുബന്ധമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടന്നു വരുന്നു. നാളെ 7 മണിക്ക് സൈക്കോ അനാലിസിസ് സൈക്കോതെറാപ്പിയുടെ ഒരു ഫ്രീ സെഷൻ നാളെ നടക്കാനിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് എല്ലാ വിഭാഗങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട്, കുട്ടികളെ മാത്രമല്ല, കുട്ടികളും പാരൻസിനെയും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്തി വരുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ഇന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ഇമോഷണൽ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവരെങ്ങനെയാണ് അത്തരത്തിലേക്ക് നയിച്ചു കൊണ്ടുവരേണ്ടത് എന്നാണ് ഇന്നത്തെ ഡിസ്കഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ മുമ്പത്തെ കാലത്ത് നമ്മൾ കൂടുതലായിട്ട് ഒരു കുട്ടിയെ അളന്നിരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് IQ ആയിരുന്നു, ഇന്റലിജന്റ് കോഷ്യന്റ് ആയിരുന്നു. അതായിരുന്നു നമ്മൾ ഒരു അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അതായിരുന്നു അല്ലെ. നമ്മളുടെ ക്ലാസ്സിലൊക്കെ ഒരു കണ്ണാടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് ബെഞ്ചിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയായിരുന്നു ടോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ IQയിൽ നിന്ന് മാറിയിട്ട് EQ എന്ന് പറയുന്ന ഒരു ഘടകത്തെ നമ്മൾ കണ്ടുപിടിച്ചു, ഇമോഷണൽ കോഷ്യന്റ്. അതിനോടൊപ്പം തന്നെ SQ, സോഷ്യൽ കോഷ്യന്റ്. അപ്പോ IQ മാത്രം പോരാ, മറിച്ച് ഈ EQവും SQവും ഒക്കെ ഉള്ള കുട്ടികളാണ് IQ ഉള്ള കുട്ടികളെക്കാൾ മെച്ചപ്പെട്ടവർ എന്ന് ഇന്ന് സയന്റിഫിക്കലി തെളിയിച്ചിരിക്കുകയാണ്. ജനറേഷൻ Z എന്ന് പറയുന്ന കഴിഞ്ഞ ഘട്ടത്തിലെ പുതിയ കുട്ടികൾ, ആ പുതിയ കുട്ടികളെ നമുക്കറിയാം, പുതിയ റിസർച്ച് പ്രകാരം കമ്പനികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെടുന്ന ഒരു വിഭാഗം ജനറേഷൻ Z ആണ്. ജനറേഷൻ Zനെ കമ്പനിക്കാർക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് EQ കുറവാണ്, ഇമോഷണൽ കോഷ്യന്റ് കുറവാണ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന സമയത്ത് അവര് ഇന്റലക്ച്വലി ഓക്കെ ആയിരിക്കാം, നല്ല ഇന്റലിജൻസ് ഉണ്ടാകാം, നന്നായിട്ട് പഠിക്കുന്നുണ്ടാകാം, പക്ഷെ ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയുന്നില്ല, മനുഷ്യന്മാരുമായിട്ട് എങ്ങനെ ഇടപഴകണം എന്ന് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ ദേഷ്യം പിടിക്കാം, അദ്ദേഹം ചിരിക്കാം, അദ്ദേഹം നമ്മളെ സ്വീകരിക്കാം, ഇതിലെന്തും സംഭവിക്കാം. അതിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നമ്മളെ കപ്പാസിറ്റിയാണ്. ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി എന്ന് പറയുന്ന സമയത്ത്, ഒരു മാനേജറിയൽ കപ്പാസിറ്റി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് താഴെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവവും സവിശേഷതയും ഉള്ള ആളുകളെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് നമുക്കൊരു മാനേജറോ ഒരു സൂപ്പർവൈസറോ ഒരു പ്രൊമോഷനോ നമുക്ക് ലഭിക്കുക. പക്ഷേ ജനറേഷൻ സെറ്റിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് തൻ്റെ കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, എംപ്ലോയേഴ്സിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഇമോഷണൽ കോഷ്യന്റ് ഉണ്ടോ, ഇമോഷണലി അവർക്ക് വെൽ ബാലൻസ്ഡ് ആകാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം. നമ്മളുടെ അക്കാദമിക് പഠനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് സ്കിൽസ് ട്രെയിനിങ് കൊടുക്കണം, ലൈഫ് സ്കിൽസ് കൊടുക്കണം. അപ്പോൾ അവരുടെ ഇമോഷൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അത് അളക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കുണ്ട്. അതോടൊപ്പം തന്നെ പാരൻസിനും അതേപോലെ തന്നെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ ഒരു മേഖല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ടു എംപവർ യുവർ ചൈൽഡ് ഇമോഷണലി എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അത് ലീഡ് ചെയ്യുന്നത് ഐഷ അനൂദ് ഫാസിൽ, മൈൻഡ് ആൻഡ് പാരന്റിങ് കോച്ചാണ്. നേരത്തെ നമ്മളുടെ ഈ ഒരു അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും നിങ്ങൾക്ക് ചോദിച്ചിട്ടായിരിക്കും ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഐഷ അനൂദ് ഫാസിലിനും ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഷ മാമിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. Over to Aisha ma'am. Good evening, everyone. First of all, thank you so much, Faisal sir, for the great introduction. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഫ്ലോറിൽ ഇപ്പൊ നിൽക്കുന്നത്. കുറച്ച് സമയത്തിന് ശേഷമാണ്. അതിൽ വളരെ സന്തോഷം. ഫൈസൽ സാറിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും ഒക്കെ ഒരുപാട് ഹാപ്പിയായി. ആൻഡ് ദെൻ നമുക്ക് സ്ട്രൈറ്റ് ടു ടോപ്പിക്കിലേക്ക് പോകാം. ടോപ്പിക്കിന്റെ അതേപോലെ തന്നെ വേറെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, പോകുന്നതിന്റെ മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഓൺ ആക്കുക. നമുക്കൊരു ഇന്ററാക്ഷനിലൂടെ പോകുന്നതായിരിക്കും അതിന്റെ ഒരു ശരിയെന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്ത് പോകുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയാ എനർജറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ലൈവ്ലി ആയിട്ട് ഫീൽ ചെയ്യും. ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ററാക്ഷൻ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവും. അപ്പോ വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഓണാക്കുക. അതുപോലെ തന്നെ മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മൈക്ക് യൂസ് ചെയ്ത് സംസാരിക്കുക. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് ഓക്കെ എന്നുള്ളത് ആ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ദെൻ ഹൗ ടു എംപവർ യുവർ ചൈൽഡ് ഇമോഷണലി, ഇതാണ് നമ്മുടെ ടോപ്പിക്. ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സാർ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ആസ് എ പാരന്റ്സ് നമ്മൾ ഒരുപാട് വെറി ആവുന്ന രീതിയിലാണ് പോകുന്നത്. നമുക്ക് പേടിയാണ് എന്താണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവിടെയുള്ള പ്രോബ്ലം, നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഹൗ കം എന്ന് ഭയങ്കരമായ രീതിയിൽ പാരന്റ്സ് എന്ന നിലയിൽ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ജനറേഷന്റെ മാറ്റം എന്ന് പറയുന്നത്. അത് എങ്ങനെ സംഭവിച്ചു, അതിനുള്ള പ്രതിവിധി എന്താണ്, നമുക്കതിനെ ഏത് രീതിയിൽ നമുക്ക് റിക്കവർ ചെയ്ത് അവരെ ഓക്കെ ആക്കി എടുക്കാം എന്ന് ഒരുപാട് വളരെ വൈഡ് ആയിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമുക്ക് എത്രത്തോളം അതിന് അവയർനെസ് കൊടുക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ നമ്മൾ തീരുമാനിച്ചിറങ്ങിയേ പറ്റുള്ളൂ. നമ്മുടെ ജനറേഷനെ, നമ്മുടെ ന്യൂ ജനറേഷനെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ അവരെ നല്ലൊരു ജനറേഷനാക്കി മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണത്. നമ്മുടെ മക്കളാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, പുതിയ ജനറേഷനാണ്. അവരാണ് ഈ അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത സൊസൈറ്റിയെ രൂപീകരിക്കേണ്ടതും നേതൃത്വം കൊടുക്കേണ്ടതും ഒക്കെ ഈ ഒരു ജനറേഷനാണ്. ഓക്കെ, അപ്പൊ അവരെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി എന്തെല്ലാം സാധ്യമാണോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ മുമ്പെല്ലാം എന്ന് പറയുമ്പോൾ അവിടെ ഇമോഷണൽ ഇന്റലിജൻസിനേക്കാൾ കൂടുതൽ നമ്മുടെ IQ ആയിരുന്നു അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. IQവിനാണ് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ദെൻ വാട്ട് ഹാപ്പൻസ്, ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. ജെൻസിയും ജെന്നാൽഫയൊക്കെ എങ്ങോട്ടോ പോകുന്നു എന്ന രീതിയിൽ, എന്താണ് സംഭവിക്കുന്ന രീതിയിൽ പാരന്റ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻ കൂടി വരുന്ന അവസ്ഥയിലോട്ട് വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരുന്നു. ഇതിനെല്ലാം ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ. പെട്ടെന്നൊരു ദിവസം കൊണ്ട് വന്ന മാറ്റമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇതിനെ എങ്ങനെ റിക്കവർ ചെയ്യാം, നമുക്ക് എങ്ങനെ നോർമൽ ആക്കി എടുക്കാം, അവരെ എങ്ങനെ ഓക്കെ ആക്കാം
എന്നുള്ളതാണ് അടുത്ത കാര്യം. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന നിർബന്ധമുള്ള കാര്യമാണ്. കാരണം ഇന്ന് അവർക്ക് അതിന്റെ കുറവാണ്. ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെ കുട്ടികളിൽ കുറഞ്ഞു വരുന്നതിന്റെ ഒരു റീസൺ ആണ് അവർക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് MDMA മയക്കുമരുന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുലഭമായിട്ട് ലഭിക്കുന്നു, അതുകൊണ്ട് സംഭവിക്കുന്നു. അങ്ങനെയല്ല, MDMA സുലഭമായിട്ട് ലഭിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് സുലഭമായിട്ട് ലഭിക്കുന്നു. ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. പണ്ടും പല രീതിയിൽ മയക്കുമരുന്നുകൾ അവൈലബിൾ ആയിരുന്നു, അതിലോട്ട് കുട്ടികൾ പോയിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലേക്ക് എങ്ങനെ നമ്മുടെ മക്കൾ പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കുട്ടികൾ എങ്ങനെ അഗ്രസീവായി മാറുന്നു, കുട്ടികളെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോകുന്നു എന്നതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് കുട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരുന്നതിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതെല്ലാം. നമ്മുടെ കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു വരുന്നതിന്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതെല്ലാം. അതിന് പല റീസൺ ഉണ്ട്. എന്തുകൊണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു വന്നു? അതൊരു ചോദ്യമാണ്. എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളൊരു ചോദ്യമാണ്. പല പല കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതാണ്. പെട്ടെന്ന് വളർന്നു വരുന്ന കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് കുറഞ്ഞു വന്നതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വി ആർ ദ പാരന്റ്സ്, വി ഹാവ് ദ റെസ്പോൺസിബിലിറ്റീസ് ടു റൈസ് അവർ ചിൽഡ്രൻ. നമ്മുടെ കുട്ടികളെ റൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള റെസ്പോൺസിബിലിറ്റീസ് നമുക്കുണ്ട്. നമ്മളാണ് അവരുടെ പാരന്റ്സ്. അവരെ നമ്മൾ ഏത് രീതിയിലോട്ട് അവർ വരണമെന്ന് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവർ വളരണമെന്ന് തീരുമാനിക്കേണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് ചെയ്യേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി നമുക്കുള്ളതാണ്. അവർക്ക് എന്ത് തന്നെ സംഭവിക്കുമ്പോഴും ഒന്നാമത്തെ കാര്യം പാരന്റ്സ് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഫോൾട്ടാണ്. സൊസൈറ്റിയെ പഴിചാരി വിടാതെ, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട് അങ്ങനെയാണ്, അവൻ അതുകൊണ്ട് അങ്ങനെ പോയി, അങ്ങനെയല്ല, നമ്മുടെ കുട്ടികളാണ്, നമ്മൾ കാരണമാണ് എന്ന് സ്വയം ഒരു ബോധം ഉണ്ടാകുക. എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു, നമ്മൾ കാരണമാണ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഇവർ വന്നതല്ല. നമ്മൾ അവരെ വളർത്തി വലുതാക്കിയ രീതി, അവരെ ഗൈഡ് ചെയ്ത രീതി, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി, ഇതിന്റെ എല്ലാം ബാക്കി പത്രമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മുടെ അവയർനെസിന്റെ കുറവാണ്. കൃത്യമായ ഒരു പാരന്റിങ് എന്താണെന്ന് മനസ്സിലാക്കാതെ പാരന്റിങ് നടത്തിക്കൊണ്ടുവരുന്നതിന്റെ ബാക്കിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ടെക്നോളജി വളർന്ന കാലമാണ്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും അവൈലബിൾ ആയിട്ടുള്ള കാലമാണ്. നമുക്കിതെല്ലാം തടയാൻ പറ്റില്ല. ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. ഇതെല്ലാം നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ഇതൊന്നും, മൊബൈൽ ഫോൺ തൊടരുത്, ഇന്റർനെറ്റ് തൊടരുത്, ഇങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ്. പിന്നെ നമ്മൾ ഇതെങ്ങനെ നിയന്ത്രിക്കും? ഇതിലൂടെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. ശരി, ഇതിലൂടെ നല്ല കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കുന്ന രീതിയിലോട്ട് മക്കളെ വളർത്തി വലുതാക്കുക എന്നുള്ളതല്ലേ അതിൽ ചെയ്യേണ്ട കാര്യം. Am I right? Yes or no? Yes, ma'am. യൂസ് ചെയ്തിട്ട് പറയാം ശരിയാണോ അല്ലേ? യെസ്. ഓക്കെ, നമ്മള് മൊബൈൽ ഫോൺ ആണ് പ്രശ്നം, ഇന്റർനെറ്റ് ആണ് പ്രശ്നം. ഓക്കെ, ദെൻ ഇന്റർനെറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇന്നത്തെ കാര്യങ്ങൾ മുഴുവൻ പോകുന്നത് അങ്ങനെയാണ്. നമുക്കത് പ്രൊവൈഡ് ചെയ്തേ പറ്റുള്ളൂ. മൊബൈൽ ഫോൺ ആണോ പ്രശ്നം? മൊബൈൽ ഫോൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യണ്ടേ? പക്ഷെ അവർക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോഴും നമുക്കൊരു കൺട്രോൾ വേണം. അവരെന്താണ് ചെയ്യുന്നത് നമ്മൾ അറിയണം. യെസ്. ഓക്കെ, ദെൻ വേറൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്? എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. നമ്മുടെ സ്വന്തം ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി, അത് കുട്ടികളിലും വലിയവരിലും ഉണ്ടാവണം. സംടൈംസ് ഇത് വലിയവർക്കും ഇല്ല, അത് മറ്റൊരു സത്യമാണ്. സംടൈംസ് ഇത് വലിയ ആളുകൾക്കും ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ വളരെ വലിയ രീതിയിലുണ്ട്. സോ ദാറ്റ് നമ്മുടെ സ്വന്തം ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി, ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇമോഷന്റെ കൂടെ തന്നെ മറ്റുള്ളവർക്കും ഇതെല്ലാം ഉണ്ട്.
അവര് ചോരയും നീരും മജ്ജയൊക്കെ ഉള്ള ഒരു മനുഷ്യജീവിയാണ്. വികാരങ്ങളും വിചാരങ്ങളും സങ്കടവും വിഷമവും ദേഷ്യവും സന്തോഷവും ഒക്കെ ഉള്ളവരാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാ മനുഷ്യന്മാരും എന്നുള്ള രീതിയിൽ എന്ത് വേണം? കുട്ടികൾക്കോ അല്ലെങ്കിൽ വലിയവർക്കോ മനസ്സിലാക്കാൻ സാധിക്കണം. ദാറ്റ് ഈസ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ സാധിക്കണം, എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കണം. ദേഷ്യം വന്ന് അഗ്രസീവായിട്ട് പോകുന്നു, സങ്കടം വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്നു. ഇതിനെല്ലാം മാനേജ് ചെയ്ത് ഒരു ബാലൻസിങ്ങിലൂടെ കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത് നമ്മുടെ ഇമോഷൻ. നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മുടെ ബിഹേവിയർ, ഇതെല്ലാം ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. നല്ലൊരു ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നല്ല ബിഹേവിയർ ഉണ്ടാവും, നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ സാധിക്കും, നല്ല ചിന്തകൾ വരും, ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ആവും. ഇതെല്ലാം ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി കുട്ടികളിൽ ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? അവർ സൊസൈറ്റിയിലോട്ട് പോകണം, അവർ വളർന്നു വരുന്ന കുട്ടികളാണ്. ചെറിയ കുട്ടികളെയൊക്കെ സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ തൊട്ട് ചെറിയ LKG പ്രീ KG തൊട്ട് കുട്ടികൾ പോകുന്നു. അവര് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണ്, സൊസൈറ്റിയിലോട്ട് മറ്റുള്ള കുട്ടികളായിട്ട് ഇടപെട്ട് ജീവിക്കുകയാണ്. രാവിലെ ഒരു 9 മണിക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുന്നവർ അവര് മറ്റുള്ള മക്കളുമായിട്ടാണ് ജീവിക്കുന്നത്. ഓരോ പാരന്റ്സിന്റെയും വളരെ വിലപ്പെട്ട മറ്റുള്ള ഓരോ കുട്ടികളുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. എല്ലാവർക്കും എല്ലാവരുടെ മക്കളും വളരെ വിലപ്പെട്ട സ്വത്താണ്. അപ്പൊ ആ സമയത്ത് ഇമോഷണൽ ഇന്റലിജൻസിന്റെ കുറവ് സംഭവിക്കുമ്പോ ഈ കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കാരണം മറ്റൊരാൾക്ക് ഇത് എങ്ങനെ ഹേർട്ട് ചെയ്യുന്നു, എന്താണ് സംഭവിക്കുന്നത്, അവർക്ക് ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇന്ന് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും. അത് കുറവുള്ള കുട്ടികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കുന്നില്ല, പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർ കംപ്ലീറ്റ്ലി ഒരു ട്രോമയിലോട്ട് പോകുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, ഇതെന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ശേഷി കുറവ്, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അവർ കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇതിനെല്ലാം കാരണം എങ്ങനെയാണ്? നമ്മളുമായിട്ട് അവർക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് കൺവേ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മുടെ കുറവാണ്. നമ്മള് ഓക്കെ അല്ലാത്ത രീതിയിൽ നമ്മുടെ പാരന്റിങ് സ്റ്റൈല് നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഈ ജെൻസി ഇങ്ങനെയാണ്, ജെൻ ആൽഫ ഇങ്ങനെയാണ്. ദെൻ ഈ ജെൻസിയെയും ജെൻ ആൽഫയെയും വളർത്തിയതാരാ? 90s കിഡ്സും 80s കിഡ്സും, അല്ലെങ്കിൽ 90s കിഡ്സ് ആണ് ഏറ്റവും അടിപൊളി, ഞങ്ങളെക്കാൾ വെല്ലാൻ ഇനി ആരുമില്ല, അല്ലെങ്കിൽ 80s കിഡ്സ് ആണ്, അവര് ഭയങ്കര നിഷ്കളങ്കരാണ്, അതിന്റെ മുമ്പുള്ള ജനറേഷൻ ഭയങ്കര നിഷ്കളങ്കരാണ്. നിഷ്കളങ്കതയല്ല അവരെ വളർത്തിയത്. ഈ വളർത്തി വലുതാക്കിയ നമ്മളാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി. അവരൊറ്റയ്ക്ക് വളർന്നു വന്നതല്ലല്ലോ. നമുക്ക് കിട്ടിയ ട്രോമാസ്, നമുക്ക് ഉണ്ടായ പല കാര്യങ്ങളും നമ്മൾ ഈ കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചു, അല്ലെ? എനിക്ക് ചെറുപ്പത്തിൽ ഇന്ന കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല, സോ then എന്റെ കുട്ടികൾക്ക് ഞാൻ ഇതെല്ലാം കൊടുക്കും. അവരെ വിഷമം എന്നത് അറിയേ വേണ്ട. ഞാൻ ഒരുപാട് വിഷമിച്ചിട്ട് ജീവിച്ചതാ, ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് ജീവിച്ചതാ. അപ്പൊ എന്റെ കുട്ടിയെ ഞാൻ സങ്കടപ്പെടുത്താൻ പോകുന്നില്ല. എന്ത് സംഭവിക്കും? കുട്ടികൾക്ക് ഈ ഇമോഷൻ എന്താന്ന് മനസ്സിലാക്കാനേ സാധിക്കില്ല. കുട്ടികൾക്ക് ബുദ്ധിമുട്ട് എന്താന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണ്, മറ്റുള്ള പ്രശ്നങ്ങൾ എന്താണ്, പ്രശ്നം എന്നുള്ളത് ചെറിയ പ്രശ്നം പോലെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്കൊരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യുന്നു. എന്തിന്? ഉമ്മ വഴക്ക് പറഞ്ഞതിന്, അല്ലെങ്കിൽ അച്ഛൻ ചീത്ത പറഞ്ഞതിന്, അല്ലെങ്കിൽ സ്കൂളിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതിന്, ഒരാൾ കളിയാക്കിയതിന്, ഈ രീതിക്കൊക്കെ ആത്മഹത്യ ചെയ്യുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു. ഇവരൊക്കെ ഇങ്ങനെ ആയി, ഇവർക്ക് ഇതൊക്കെ എങ്ങനെ അവൈലബിൾ ആയി, ഈ കാര്യങ്ങളൊക്കെ ഇവരെ ബുദ്ധിയിലോട്ട് എങ്ങനെ കേറിപ്പോയി? പല ചോദ്യങ്ങളാണ് വരുന്നത്. എന്തുകൊണ്ട്? നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ഇവര് പോകുന്നു. നമ്മൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകുന്നു. ആലോചിക്കുമ്പോ തന്നെ പേടി തോന്നുന്നില്ലേ? എല്ലാ പാരന്റ്സിനും ഇത് ആലോചിക്കുമ്പോ പേടിയാണ്. എങ്ങനെ കുട്ടികളെ വിടണം?
മുമ്പ് നമ്മൾ കിലോമീറ്ററുകളോളം ഒറ്റയ്ക്ക് നടന്നു പോയിരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് പോകാൻ സാധിക്കുന്നു, തിരിച്ചു വരാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളെ സ്കൂൾ ബസ്സിലോട്ട് ആക്കണമെങ്കിൽ നമ്മൾ ഒപ്പം പോകണം, പേടിയാണ്, അതുവരെ ഒറ്റയ്ക്ക് വിടാനുള്ള ധൈര്യമില്ല. അതിന്റെ ഇടയിൽ ആ ഒരു വിത്തിൻ 2 or 3 minutes എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള പേടി നമുക്കുണ്ട്. നമ്മൾ അവരെ അവിടെ പോയി ആ ബസ്സിൽ കയറ്റി വിട്ട് അവർ പോയതിനു ശേഷം നമ്മൾ തിരിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? നമുക്ക് പേടിയാണ്, അവരൊറ്റയ്ക്ക് വിടാനുള്ള പേടി നമുക്കുണ്ട്. കാരണം ഇന്ന് അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരെയാക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരൊറ്റ കാര്യമേ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ കുട്ടികളെ ഇമോഷണലി ഇന്റലിജന്റ് ആക്കുക, ഇമോഷണലി അവരെ സ്ട്രോങ് ആക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങള്. അതിന് എന്തൊക്കെ വേണം? സെൽഫ് അവയർനെസ് ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾക്ക് സെൽഫ് അവയർനെസ് എന്നുള്ള കാര്യം, അവരെന്താണ് എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് അത് പറഞ്ഞു കൊടുക്കൽ, അവർക്കത് സ്വയം മനസ്സിലാക്കും. സെൽഫ് അവയർഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തണം. എന്താണ് മിസ് കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, ഓഡിബിൾ അല്ലേ? സോറി, ഓക്കെ, ഇപ്പൊ audible ആണ്. കേൾക്കുന്നുണ്ടോ? യെസ് യെസ്. അതിന്റെ ഇടയിൽ ഒരു ഇന്ററപ്ഷൻ വന്നതുകൊണ്ടാണ്. ഓക്കെ, സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ദെൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങള് മനസ്സിലായി കാണുമല്ലോ അല്ലേ? യെസ് യെസ്. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അല്ലേ? എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള പേടി നമുക്കുണ്ട്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സെൽഫ് അവയർനെസ് അവർക്ക് കൊടുക്കുക. അവരെ ഇമോഷൻസ്, അത് സെൽഫ് റെഗുലേഷൻ എന്ന് പറയും. അതായത് അവരുടെ ആങ്കറിങ്, ഫ്രസ്ട്രേഷൻ, എക്സൈറ്റ്മെന്റ്, ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അവർക്ക് ഒരുപാട് സന്തോഷം വന്നു, ഇതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് കുട്ടികൾക്ക് അറിയുന്നില്ല. അവർക്ക് ദേഷ്യം വന്നു, ഇതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല. എക്സൈറ്റ്മെന്റ് വന്നു, ഇതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല. ഇതെല്ലാം അവർക്ക് ഉണ്ടാവണം. അതാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗം എന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതായത് അവർക്കിപ്പോ ഒരുപാട് അവർ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയാണ്, എന്നാൽ അവരോട് പറയാ കാം ആയിട്ടിരിക്കുക, കാം ഡൗൺ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, വിഷമിക്കണ്ട, കാമായിട്ടിരിക്കുക, വെറി ആവണ്ട, ഡീപ് ബ്രെത്ത് എടുക്കുക. നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുക. അവർക്ക് മനസ്സിലാവണം അവരുടെ ലൈഫിൽ എന്ത് തന്നെ പ്രോബ്ലം വന്നാലും, എന്ത് തന്നെ സംഭവിച്ചാലും സ്ട്രൈറ്റ് ടു അവർ പാരന്റ്സ്. എന്റെ പാരന്റ്സ് അവിടെ ഉണ്ട്, എനിക്ക് അവരോട് പോയിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. then I will calm down. എനിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് കാമായി, എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഈ രീതിയിലോട്ട് കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? കുറെയൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോ കുറെ പേർക്ക് സാധിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. ഇതിന്റെ ഒരു അവയർനെസ് കൃത്യമായിട്ട് ലഭിക്കുന്ന ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാ, കുട്ടികൾക്ക് ഓക്കെ എന്റെ പാരന്റ്സിനോട് എല്ലാം പറയണം, എല്ലാം പറഞ്ഞ് അവർക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ട്ലി മോഡായിരിക്കണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു കംപ്ലീറ്റ്ലി ഫ്രണ്ട്ലി മോഡ് എന്ന് പറയുമ്പോൾ ഈ പാരന്റിങ്ങിന് തന്നെ 3 തരമുണ്ട്. എനിക്ക് ചെറുപ്പത്തില് ഒന്നും ലഭിച്ചിട്ടില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ വളർന്നിട്ടുള്ളത്. സോ എന്റെ കുട്ടിക്ക് ഞാൻ എല്ലാ സൗകര്യവും കൊടുക്കും, ഒരു രീതിയിലും അവരോട് നോ പറയില്ല, അവരെന്ത് പറഞ്ഞു അതെല്ലാം ഞാൻ നേടിക്കൊടുക്കും. അതൊരെണ്ണം. രണ്ടാമത്തത് വരുന്നത് എങ്ങനെയാ? എന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക്, ഞാൻ ചെറുപ്പത്തില് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ,
എനിക്ക് നല്ല രീതിയിൽ പാരന്റിങ് കിട്ടിയിട്ടുണ്ട്. അതൊരു വേറെ വശം. എന്റെ പാരന്റ്സ് നല്ല രീതിയിലാണ് എന്നെ പാരന്റിങ് ചെയ്തിട്ടുള്ളത്. അത് വേറൊരു വശം. ഓക്കെ, ഞാൻ എന്റെ കുട്ടിയുടെ കാര്യം വരുമ്പോൾ ഞാൻ അവർക്ക് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാദറോ മദറോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. അവർക്ക് എന്ത് കാര്യം വേണമെങ്കിലും എന്നോട് പറയാം. അതോടൊപ്പം തന്നെ അവരെ തിരുത്തേണ്ടിടത്ത് തിരുത്താനുള്ള കൺട്രോൾ എബിലിറ്റി എനിക്കുണ്ട്. ഇതാണ് സെക്കൻഡ് തിങ്. മൂന്നാമത്തെ പാരന്റ്സ് എങ്ങനെയാ വരുന്നത്? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ വളർന്നത്, എന്റെ കുട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്നാൽ മതി, എങ്കിലേ അവര് നല്ല കുട്ടിയായിട്ട് വളരൂ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് ഞാൻ ഈ നിലയിലെത്തി. അവരിപ്പോ വിചാരിക്കുന്ന ഒരു നിലയുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് വന്നു. അവര് ചിലപ്പോ എന്തായിട്ടുണ്ടാവും, അക്കാദമിക്കലി കരിയർ ബേസ്ഡ് അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും, ഒരുപാട് പൈസ ഉണ്ടാവും, എല്ലാ കാര്യത്തിലും സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ത്യാഗം സഹിച്ചതുകൊണ്ട് ഞാൻ ഈ നിലയിലെത്തി, എനിക്ക് ഈ ജോലിയൊക്കെ കിട്ടി, എനിക്ക് ഈ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ജോലിയായി, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു രീതിയിൽ എനിക്ക് ഹയർ എഡ്യൂക്കേഷന് സാധിച്ചു. ഇതെല്ലാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതുകൊണ്ടും എന്റെ പേരൻസ് അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് സംഭവിച്ചത്. സോ എന്റെ കുട്ടി അങ്ങനെ വളർന്നാൽ മതി, എങ്കിലേ അവന് ഈ നിലയിലോട്ട് എത്തുള്ളൂ. അവരേത് നിലയിൽ എത്തണം, ഏത് ജോലി ചെയ്യണം എന്നടക്കം ഇവര് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. അവിടെ കുട്ടിയുടെ ഇമോഷൻസിനോ ആഗ്രഹങ്ങൾക്കോ യാതൊരുവിധ പ്രസക്തിയും കൊടുക്കില്ല. ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 പാരന്റിങ്ങിൽ ഏതാണ് ശരിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്? 3 എണ്ണം ഞാൻ പറഞ്ഞു, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഒരു പാരന്റിങ് എന്ന് തോന്നുന്നത്? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, ഒരു തേർഡ് വൺ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടും പറയാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ടും പറയാം. ഈ 3 പാരന്റിങ്ങിൽ ഏതാണ് ശരിയായ പാരന്റിങ്? സെക്കൻഡ് വൺ. യെസ്, എക്സാക്ട്ലി, സെക്കൻഡ് വൺ. രണ്ടാമത്തെ പാരന്റിങ് ആണ് ശരിയായിട്ടുള്ള പാരന്റിങ്, അല്ലേ? ശരിയായിട്ടുള്ള പാരന്റിങ് ഏതാണ്? രണ്ടാമത്തെ പാരന്റിങ് ആണ്. അതാണ് ശരിയായിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടത്. പക്ഷെ ഈ സംഭവിക്കുന്നത് എന്താ? വളരെ ചുരുങ്ങിയ ഒരു ശതമാനം മാത്രം ഈ ഒരു സെക്കൻഡ് തിങ് ഫോളോ ചെയ്തു വരുന്നു. ഫസ്റ്റ് തിങ്ങും തേർഡ് വണ്ണും നടന്നു പോകുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ പാരന്റിങ്ങും തേർഡ് പാരന്റിങ്ങും ഫോളോ ചെയ്യുന്നവരായിരിക്കും കൂടുതലായിട്ട് ഈ പ്രശ്നങ്ങൾ പോയി ചാടാനുള്ള സാധ്യത. ഓക്കെ, ഇനി മയക്കുമരുന്നിന്റെ കൂടുതലായിട്ട് ലഭ്യമായത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു. മയക്കുമരുന്ന് വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഭിക്കുന്നു. ഈ മയക്കുമരുന്ന് ലഭിക്കുന്ന ആ ഒരു ആള്, അല്ലെങ്കിൽ മയക്കുമരുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാള്, അവർക്കും ഒരു പാരന്റിങ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അവരുടെ പാരന്റിങ് ശരിയല്ല, അവർക്ക് ലഭിച്ച പാരന്റിങ് ശരിയല്ലാത്തത് കൊണ്ടാണ് അവർ ആ നിലയിലോട്ട് എത്തിയത്. അവർ ആ ഒരു രീതി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഇനി ഇത് വാങ്ങാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇതിലോട്ട് പെട്ടുപോകുന്ന കുട്ടികൾ, അവർക്ക് ലഭിക്കുന്ന പാരന്റിങ്ങിന്റെ അഭാവമാണ് അവരതിലോട്ട് എത്തിക്കുന്നത്. എന്തുകൊണ്ട് എല്ലാ കുട്ടികളും മയക്കുമരുന്നിലോട്ട് പോകുന്നില്ല? ഇത് റിജക്ട് ചെയ്യുന്ന, വേണ്ട, എനിക്ക് ഈ സാധനം വേണ്ട എന്ന് പറയുന്ന എത്ര കുട്ടികൾ നമ്മുടെ കൂടെയുണ്ട്? ഇല്ലേ? എത്ര കുട്ടികൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്? എല്ലാ കുട്ടികളും ഇങ്ങനെയാണോ? അല്ല, കുറച്ച് കുട്ടികളാണ് അങ്ങനെ പോകുന്നത്. കുറച്ച് കുട്ടികളാണ് ഈ രീതിയിലോട്ട് പോകുന്നത്. അത് എന്തുകൊണ്ട് പോകുന്നു എന്നാണ്. എല്ലാ കുട്ടികളും പോകുന്നില്ലല്ലോ, കുറച്ച് കുട്ടികളാ പോകുന്നത്. ബിക്കോസ് അവരെ വളർത്തിയ രീതി ആ രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് സാധിക്കുന്നില്ല, നോ പറയാൻ സാധിക്കുന്നില്ല, ആങ്കർ മാനേജ്മെന്റ് സാധിക്കുന്നില്ല, ഇമോഷണൽ ഇന്റലിജൻസ് വളരെ കുറവാണ്. ഇതെല്ലാമാണ് അതിന്റെ റീസൺസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആരാണ് മാറേണ്ടേ? ഈ കുട്ടികളെ അടിച്ചു നേരാക്കുകയാണോ വേണ്ടത്? നമ്മൾ മാറുകയാണോ വേണ്ടത്? നമ്മളാണ് മാറേണ്ടത്. ആസ് എ പാരന്റ്സ് വി ഷുഡ് ഹാവ് ടു ചേഞ്ച്. നമ്മൾ ചേഞ്ച് ചെയ്യണം, നമ്മൾ മാറണം. നമ്മൾ മാറിയതിനു ശേഷം നമ്മുടെ കുട്ടികളിൽ ഗ്രാജുവലി മാറ്റം വരും. എപ്പോഴും പറയുന്ന പോലെ ഇന്നൊരു ദിവസം കൂടെ രാത്രി എഴുന്നേറ്റ് നേരം വെളുക്കുമ്പോഴേക്കും ആരും മാറാൻ പോകുന്നില്ല. പക്ഷെ ഗ്രാജുവലി നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബിഹേവിയറിലും അവരുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. ചെറിയ കുട്ടികൾ തൊട്ടിട്ട്, അതായത് നമ്മള് ശരിക്കും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പ്രഗ്നൻസി പീരീഡ് തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പാരന്റിങ് എന്ന് പറയുമ്പോൾ തന്നെ
വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രഗ്നൻസി പീരീഡ് തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചെറിയ കുട്ടികൾ തൊട്ടിട്ട് നമ്മൾ വലുതാവുന്നവരെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ കൈ പിടിച്ച് കുട്ടികൾ വളർന്നു വരുന്നു. നമ്മുടെ കൈ പിടിച്ച കുട്ടികൾ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അപ്പൊ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 14-15 വയസ്സ് വരെ അവരെ വല്ല വീടിൽ തളച്ചിടുന്ന മാതിരി ഒന്നും അറിയിക്കാത്ത രീതിയിൽ വളർത്തി ഫ്രീഡം എന്താണെന്ന് കുട്ടികൾ അറിയുന്നേ ഇല്ല. അതിനുശേഷം എത്ര നാൾ നമ്മൾ പിടിച്ചിടും? ഒരു സമയം കഴിഞ്ഞാൽ അവര് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ട അവസ്ഥ വരും. സ്റ്റഡീസിന് വേണ്ടി നമ്മുടെ കൂടെ ഇല്ലാത്ത അവസ്ഥ വരും. എന്നാൽ അവർക്ക് ഫ്രീഡം കിട്ടുകയാണ്. അവർക്ക് അതുവരെയും റെസ്ട്രിക്ട് ചെയ്ത സാധനങ്ങളെല്ലാം അവർക്ക് ലഭിക്കുകയാണ്. അവരതിലോട്ട് പോകും. അപ്പൊ റെസ്ട്രിക്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ സ്ട്രിക്റ്റ് പാരന്റ്സ് ആയതുകൊണ്ട് കാര്യമില്ല. സ്ട്രിക്റ്റ് പാരന്റിങ്ങിലൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രോമ ക്രിയേറ്റ് ചെയ്യുക. നമുക്കുണ്ടായ എല്ലാ ട്രോമയും നമ്മുടെ കുട്ടികൾക്കും നമ്മൾ കൊടുക്കും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകും. നല്ല അടി കൊടുത്ത് വളർത്തിയാൽ മതി, കുട്ടികൾ ശരിയാവും അല്ലേ? നല്ല അടി കൊടുത്ത് വളർത്തിയാൽ മതി, കുട്ടികൾ ശരിയാവും. അടിക്കേണ്ടതില്ല എന്നല്ല, കുട്ടികളെ ശിക്ഷിക്കേണ്ടതില്ല എന്നല്ല. കുട്ടികളെ ശിക്ഷിക്കണം, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കണം. പക്ഷെ ഓരോന്നിനും ഓരോ രീതിയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അത് എന്തിനാണ് അവരൊരു തെറ്റ് ചെയ്തു, നമ്മൾ അവരെ ശിക്ഷിച്ചു, അതെന്തിനാണ് അത് ചെയ്തത് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മളെ ദേഷ്യം മുഴുവൻ കുട്ടികളിൽ കൊണ്ടുപോയി തീർക്കുകയല്ല വേണ്ടത്. എന്തിനു ചെയ്തു എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് നമ്മളെ കഴിവാണ്. നമ്മളത് മനസ്സിലാക്കി കൊടുക്കണം. അവരെന്ത് ചെയ്താലും കണ്ണടച്ചുകൊണ്ട് അവരെന്തോ ചെയ്തോട്ടെ, കുട്ടികളല്ലേ, വലുതായാൽ ശരിയാവുമല്ലോ, ആ രീതിയിലും വിടാൻ പറ്റില്ല. ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ആൻഡ് ആൾസോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വരുമ്പോ അഡോളസൻസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയമായിട്ട് ഇതിങ്ങനെ എയർ ചെയ്ത് നടക്കുകയാണ്. ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരുപാട് സെക്ടറിൽ, ഒരുപാട് മേഖലകളിൽ ഈ ഒരു വെബ് സീരീസിനെ പറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജെൻസി കുട്ടികൾ, ജെൻ ആൽഫ കുട്ടികളിൽ സംഭവിച്ച മാറ്റം, അതിന്റെ തീവ്രത എത്രത്തോളം എന്ന് വരുന്ന ഒരു വെബ് സീരീസ് ആണ്. അത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ആ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ? നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. നോ, ഓക്കെ, കാണുന്നത് നല്ലതാട്ടോ. നമുക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു വെബ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവും കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കേണ്ടുന്ന പവർ എത്രത്തോളമാണെന്ന്, അതിന്റെ തീവ്രത. നെയിം ഓഫ് ദി സീരീസ് ഈസ് അഡോളസൻസ്. അഡോളസൻസ് എന്നാണ് സീരീസിന്റെ പേര്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇനി അതിന്റെ റിവ്യൂസോ മറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മേ ബി കിട്ടാൻ സാധിക്കും. അതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക, ഡിസ്കഷൻസും ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആ ഒരു സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ യൂട്യൂബിലും അവൈലബിൾ ആണ്. അതായത് കുട്ടികളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഓക്കെ, ഇന്നത്തെ ന്യൂ ജനറേഷന്റെ ഭാഷ, കോഡിങ് നമുക്കറിയോ? അവര് സംസാരിക്കുന്ന രീതി, അവര് യൂസ് ചെയ്യുന്ന ഭാഷ, അതിന്റെ മീനിങ് എന്താണ്, ഇതെല്ലാം നമ്മൾ പറയും. ഈ 90s കിഡ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 80s കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് ആയിട്ടുള്ള പാരന്റ്സ് പറയും, നിങ്ങൾ എത്രയൊക്കെ പോയാലും ഞങ്ങൾ ഒരുപാട് ഇതൊക്കെ കണ്ടു വലുതായതാണ്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു വന്നതാ, അതുകൊണ്ട് നിങ്ങളുടെ കള്ളത്തരമൊന്നും നമ്മളോട് നടക്കില്ല. ഈ ഒരു രീതിയിൽ ചിന്തിക്കാറില്ലേ? അവർക്ക് അതൊക്കെ ഒരു കോമഡിയാ. അതെന്താന്ന് വെച്ചാല് നമ്മളെ കവച്ച് വെട്ടാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ പാരന്റ്സിനെ നമ്മൾ ചെറുപ്പത്തിൽ ഈ ഒരു രീതിയിലൊക്കെ കോഡ് ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ പറ്റിച്ചിട്ടുണ്ടാവും. പക്ഷെ അതേ സമയം ഇവര് ചെയ്യുന്ന കാര്യം നമുക്കും മനസ്സിലാവില്ല. പക്ഷെ നമുക്കത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താലും നമ്മളിപ്പോ അത്യാവശ്യം എല്ലാതും അറിയുന്നതല്ലേ, നമ്മളെല്ലാം കഴിഞ്ഞു വന്നതല്ലേ എന്നുള്ള ചിന്തയാണ് നമുക്ക്. അവരതിനെ തന്ത വൈബാക്കി മാറ്റിക്കളയും, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട്
അവർക്ക് അതിനൊരു വിലയേ ഇല്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വി ഷുഡ് അപ്ഡേറ്റ്, നമ്മൾ അപ്ഡേറ്റ് ആവണം. എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് സംബന്ധിച്ചിട്ട് ഈവൻ അവരുടെ ലാംഗ്വേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇല്ല, അവർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഓരോ ഇമോജിക്കും ഓരോ ഫീലിംഗ്, ഓരോ ഇമോഷൻ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് ഓരോ ഇമോജി അവർ യൂസ് ചെയ്യുന്ന ഇമോജീസ് നമ്മളെ സംബന്ധിച്ചുള്ള വെറും ഒരു റെഡ് ഹാർട്ട് ആണ്, അതിലൊരു വലിയൊരു ഹാർട്ടാണ്. ഇതൊന്നും അല്ല. അതിനൊക്കെ അവർ ഓരോ ഇമോഷൻസിനും ഓരോ ഇമോജിക്കും അവർ ഈ ഇമോജിയിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. 14, 12, 13 വയസ്സായ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് അവരെന്താ ചെയ്യുന്നത് എന്ന് പോലും നോക്കാതെ അവർ ഇൻഡിവിജ്വൽ ആണ്, അവർ ചെയ്തോട്ടെ എന്ന രീതിയിൽ വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ടതാണോ? അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കണം. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ എല്ലാ ഗുണവശങ്ങളും ഇതിന്റെ എല്ലാ ദോഷവശങ്ങളും അവരറിഞ്ഞിരിക്കണം. നമ്മളത് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. ആൾസോ നമ്മൾ എന്ത് ചെയ്യണം, അവരെ വാച്ച് ചെയ്യണം. അവരെന്താണ് ചെയ്യുന്നതെന്ന് ആൾവേസ് നമ്മളെ വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യും വേണം. അവർക്ക് എന്ത് തന്നെ പ്രശ്നം വന്നാലും നമ്മളോട് വന്ന് പറയാനുള്ള ഒരു ട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ശരിയല്ലേ? കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം അവിടെ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരുടെ ഹോം സേഫസ്റ്റ് പ്ലേസ് നമ്മളായിരിക്കണം. നമ്മളിൽ അത് കിട്ടാത്തപ്പോഴാണ് ഇവരിത് പുറത്തോട്ട് പോകുന്നത്, അവർ മറ്റുള്ള ആളുകളെ തേടി പോകുന്നത്, അല്ലെങ്കിൽ ഇവര് ഫ്രസ്ട്രേറ്റഡ് ആയി പോവുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളിൽ അവർ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മളിൽ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അവരുടെ കംഫർട്ട് സോൺ നമ്മളായിരിക്കണം. അവരുടെ കംഫർട്ട് ഹോം നമ്മുടെ വീടായിരിക്കണം. ഈ രീതിയിലോട്ട് നമ്മൾ മാറ്റിയെടുക്കണം. ഇതെങ്ങനെ മാറ്റിയെടുക്കണം? ഫുള്ളി ഫ്രീഡം കൊടുത്തിട്ടല്ല, ഒരേ സമയം അവർക്കെല്ലാം പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അവർ അറിഞ്ഞിരിക്കണം. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള എബിലിറ്റി നമ്മൾ കൊടുക്കണം. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കാനുള്ള എബിലിറ്റി കൊടുക്കണം. പ്രോബ്ലം സോൾവിങ്ങിന് സാധിക്കണം. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് സാധിക്കണം. പെട്ടെന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ സാധിക്കണം. അവർക്കെല്ലാം നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റണം. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള കാര്യം അവരിൽ ബിൽഡ് ചെയ്യുന്നതിലൂടെ ഇതെല്ലാം സാധിക്കും. നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, മറ്റുള്ള കുട്ടികൾ അതിലോട്ട് പോകുന്നു. അപ്പൊ എന്റെ കുട്ടി അവരുടെ കൂടെയല്ലേ വളരുന്നത്, അവരും അങ്ങനെ ആയി പോവില്ലേ? ഈ ഒരു രീതിയിൽ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തിയെടുത്ത ഒരു കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി പോവില്ല. എന്ത് തന്നെ ഡിസ്ട്രാക്ഷൻസ് അവരുടെ മുന്നിലൂടെ സംഭവിച്ചാലും അതിന്റെ ഗുണവശങ്ങളും ദോഷവശങ്ങളും എല്ലാം അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരതിലോട്ട് പോവില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി അവരതിലോട്ട് പോവില്ല. അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് നമ്മളോട് വന്ന് ഷെയർ ചെയ്യാനും സാധിക്കും. അതിനെന്താണ് വേണ്ടത്? കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തിയെടുക്കുക. എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ദെൻ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സ്വർണോ, അപ്പൊ നമ്മൾ പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തിയെടുക്കണം. നമ്മൾ അപ്ഡേറ്റ് ആവണം. വി ആർ പാരന്റ്സ്, വി ഷുഡ് ഹാവ് ടു അപ്ഡേറ്റ്. നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ഡെയിലി ഇവരുടെ ലാംഗ്വേജ് മാറുന്നുണ്ട്, ഇവരെ ലാംഗ്വേജ് മീനിങ്സ് മാറുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ജെൻസി കുട്ടികൾ അല്ലെങ്കിൽ ജെന്നാൽഫ ജെൻസി കുട്ടികൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഭാഷയാണ് സ്ലേ. വാട്ട് യു മീൻ ബൈ സ്ലേ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ലേ? സ്ലേയിങ്. ഇതിന്റെ മീനിങ് എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികളില് ജെൻസി കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു
കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. സംടൈംസ് നമ്മളും യൂസ് ചെയ്യും. ഇത് അറിയുന്നവരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ലേയിങ്? എനിക്ക് സ്ലേ അറിയാമോ? ഒരു ഫോട്ടോ കാണുമ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോ നല്ല ലുക്കിൽ അല്ലെങ്കിൽ നല്ല അറ്റയറിൽ ഒരാൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്ലേയിങ്. ഇതിന്റെ മീനിങ് എന്താണ്? ഈ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈ സ്ലേയിങ് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ. ഓക്കെ. നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ആയിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോ ന്യൂ ജനറേഷൻ കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് ഫോളോ ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ യു ആർ സ്ലേയിങ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അവരതിനെ എന്ത് ചെയ്യാണ്? നല്ല കോംപ്ലിമെന്റ് കൊടുക്കുകയാണ്. നല്ല വേർഡ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ മീനിങ് എന്താണ്? ഇൻ ഫോർമൽ ലാംഗ്വേജ്, ഫോർമലി ഈ ഒരു സ്ലേയിങ് എന്നുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് ഒരാളെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ വളരെ വൈൽഡ് ആയിട്ട് കില്ല് ചെയ്യുക. വൈൽഡ് കില്ലിംഗ് മെത്തേഡ് ഓഫ് എ പേഴ്സൺ. ഒരു ആളെ വൈൽഡ് ആയിട്ട് കില്ല് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ്, ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് സ്ലേയിങ്. ഇവരെന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നു? ഇവരുടെ മീനിങ് ഇതൊന്നും അല്ല. ഇവർ യൂസ് ചെയ്യുന്ന ഈ ഒരു വേർഡിന്റെ മീനിങ് ഇതൊന്നുമല്ല. ഇതിന്റെ ശരിക്കുമുള്ള മീനിങ് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ ഷോക്ക് ആവും. പക്ഷെ ഇവര് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടായിട്ടാണ്? അതായത് എങ്ങനെയെന്ന് പറയാ, ഇപ്പൊ ഇവരെ ജനറേഷൻ ഭാഷയിൽ പറയാ മരണം, മാസ്, ലുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപാരമായിട്ടുള്ള ലുക്ക്. ഈ ഒരു രീതിക്ക് അവർ എന്ത് ചെയ്യാണ്? കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലേയിങ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥ വ്യത്യാസങ്ങൾ തലങ്ങൾ എത്രയാണെന്ന് മനസ്സിലായോ? ഫോർമൽ ലാംഗ്വേജിലെ സ്ലേയിങ്ങിന്റെ മീനിങ് നമ്മൾ തെരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഒന്നും, ഇവർ ഇതിന്റെ അർത്ഥം ഉപയോഗിക്കുന്നത് വേറൊരു രീതിയിലും. ഇവരതൊരു കോംപ്ലിമെന്റ് ഇട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ എടുത്ത് ഇവര് കോംപ്ലിമെന്റ് ആക്കി യൂസ് ചെയ്യുന്നു. അവിടെയാണ് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ ആ ഒരു കുറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരാൾ വളരെ വൈൽഡ് ആയിട്ട് പോവേണ്ട ഒരു കാര്യം ഇവര് വളരെ കൂളായിട്ട് ഒരാളെ കോംപ്ലിമെന്റ് ചെയ്യാനാ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കോമൺ. അത് കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ സംടൈംസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും ഈ ഒരു രീതിയിൽ പോകുന്നു അല്ല. ഇതെല്ലാം അവരുടെ ലാംഗ്വേജ് ആണ്. അപ്പൊ നമുക്കിത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവര് ഇത് നല്ല രീതിയിലും മോശം രീതിയിലും ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾ, നമ്മളുടെ കാഴ്ചയിൽ നമുക്ക് ഇതെല്ലാം നല്ലതായിട്ട് തോന്നും സംടൈംസ്. പക്ഷെ നമ്മൾ ഇതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിന്റെ അർത്ഥം അല്ലെങ്കിൽ മീനിങ്സ്, അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വേറെയാണെന്ന് നമുക്ക് മനസ്സിലാകുക. അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവണം. ജെൻസിയുടെ സ്ലാങ് എന്താണ്, ജെൻ ആൽഫ സ്ലാങ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അവർക്ക് എല്ലാത്തിനും അവരുടേതായ സ്ലാങ്സ് ഉണ്ട്. അവർക്കെല്ലാം കൂളാണ്. ആ രീതിയിലാണ് അവർ പോകുന്നത്. ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒന്നും അവർക്ക് താങ്ങാനേ സാധിക്കില്ല. ഇമോഷൻസ് താങ്ങാൻ സാധിക്കുന്നില്ല. അഗ്രസീവ് ആയി കഴിഞ്ഞാൽ അവർക്കത് സഹിക്കാൻ സാധിക്കുന്നില്ല. ഒരാൾ കളിയാക്കി കഴിഞ്ഞാൽ സഹിക്കാൻ സാധിക്കുന്നില്ല. ഒരാളെ മെന്റൽ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ സാധിക്കുന്നില്ല. കളിയാക്കുകയാണ്, സ്കൂളിൽ വെച്ച് കളിയാക്കാണ്, ഫ്രണ്ട്സ് കളിയാക്കാണ്, ഇതെല്ലാം അവർക്ക് താങ്ങാൻ സാധിക്കുന്നില്ല. ഒന്നില്ലെങ്കിൽ ഇവര് ഡിപ്രഷനിലോട്ട് പോകും. അവർ ഒരുപാട് തളർന്നു പോയിരിക്കും. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു അഭാവം അല്ലെങ്കിൽ അതിന്റെ അറിവിന്റെ അഭാവം അവർക്ക് സംഭവിക്കുന്നു. അതല്ലാത്ത സമയത്ത് ചില സമയങ്ങളിൽ ഇവർ ഇത് അഗ്രസീവായിട്ട് ഇവർക്കൊരു പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെ മാറ്റി അത് തീർക്കുന്നു. അങ്ങനെയല്ലേ ഈ കുട്ടികളിലെ കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുന്നത്? അവര് പക തീർക്കുകയാണ്. ഈ പക തീർക്കാൻ വേണ്ടി ഇവര് കൊല്ലാൻ പോകുന്ന കുട്ടികൾ ഇവരുടെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ കൂടെ പഠിച്ച കുട്ടികൾ, അവരുടെ കൂടെ പഠിച്ച്
ഒരുപക്ഷെ 10-12 വർഷം ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ് ഇവര് ഇല്ലാതാക്കുന്നേ. ആ കുഞ്ഞിനും ഒരു പിതാവും മാതാവും സഹോദരങ്ങളും കുടുംബവും എല്ലാം ഉണ്ട്. ചോരയും നീരും മജ്ജും മനസ്സും എല്ലാം ഉണ്ട്. ഇതൊന്നും ഈ കൊലപാതകം നടത്തുന്ന അല്ലെങ്കിൽ അഗ്രസീവ്നെസ്സിലോട്ട് പോകുന്ന കുട്ടികളുടെ മനസ്സിലോട്ട് ഇതൊന്നും കേറുന്നില്ല. എമ്പതി എന്താന്ന് അവർക്ക് അറിയുന്നില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് വിഷമം വരും, അവർക്ക് സന്തോഷം വരും, ഇതൊന്നും ഇവരുടെ മനസ്സിൽ കേറുന്നില്ല. ഇതെല്ലാം കേറണമെങ്കിൽ അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും നമ്മൾ കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് കൊടുത്തിരിക്കണം. വി ഷുഡ് അപ്ഡേറ്റ്, നമ്മൾ അപ്ഡേറ്റ് ആവണം. നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണം. നമ്മുടെ ട്രോമാസ് എടുത്തിട്ട് കുട്ടികളിൽ കൊണ്ടിടുകയല്ല വേണ്ടത്. നമ്മൾ നല്ല പാരന്റ് ആയി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. റൈറ്റ് സോ നോ? നമ്മൾ നല്ല പാരന്റ്സ് ആയി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും അവെയർ ആയിരിക്കുക, നമ്മളെപ്പോഴും അവരെ വാച്ച് ചെയ്യുക, നമ്മളെപ്പോഴും അവരെ ട്രസ്റ്റ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക. അവരുടെ കൂടെ നമ്മൾ നിൽക്കുക. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്കും മനസ്സിലാക്കാൻ സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാതിരിക്കാൻ സാധിക്കണം. നമ്മുടെ വീടായിരിക്കണം അവരുടെ കംഫർട്ട് സോൺ, നമ്മളായിരിക്കണം അവരുടെ ഹോം. തന്നെ അവർ മറ്റൊരാളെ തേടി പോവില്ല. അവർ വേറൊരു സെക്കൻഡ് തിങ് അവരുടെ ആശ്വാസത്തിന് വേണ്ടി പോവില്ല. അവർക്ക് എന്ത് തന്നെ ലൈഫിൽ സംഭവിച്ചാലും അത് നമ്മളോട് വന്ന് ഷെയർ ചെയ്യും. നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. മനസ്സിലായോ? സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മളും ബാധ്യസ്ഥരാണ്. ബിക്കോസ് നമ്മുടെ കുട്ടികളാണ് ഈ സമൂഹത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നേ. നമ്മുടെ കുട്ടികളാണ് സമൂഹത്തിലോട്ട് ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ ഓരോ വീട്ടിലെയും ഓരോ കുട്ടികളെ ഇറങ്ങി ചെന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. അപ്പൊ നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ആൻഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി നമുക്ക് ഒരു ധാരണ കിട്ടി. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് മനസ്സിലായി അല്ലേ? ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികളിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ബ്രീഫ് ആയിട്ട്, വളരെ വൈഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു പാരന്റിങ് സീരീസ് തന്നെ ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇത്. സോ ഞാൻ വൈഡ് ആയിട്ടുള്ളത് പറയാതെ കുറച്ച് ബ്രീഫ് ചെയ്തിട്ട് മനസ്സിലാവുന്ന തരത്തില് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളിൽ ഇമോഷണൽ ഇന്റലിജൻസ് വളർത്തിയെടുക്കുക. അപ്പൊ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത 21-ാം തീയതി തൊട്ടിട്ട്, ഏപ്രിൽ 21 തൊട്ടിട്ട് 25 വരെ ഒരു 5 days വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതിൽ 2 വയസ്സ് കുറവോ കൂടുതലോ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഈ കുട്ടികളിൽ ഇന്ന് ഈ ഒരു കുട്ടികളിൽ ഈ 12 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ 5 ദിവസത്തെ വർക്ക്ഷോപ്പ് കൊണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്നുള്ള അവയർനെസ് കൊടുക്കുക. അതില് അവരെ എങ്ങനെയൊക്കെ അവരിൽ ഇമോഷണൽ ഇന്റലിജൻസ് ബിൽഡ് ചെയ്യാം, അതിന്റെ ടെക്നിക്സും ഗൈഡിങ് മെത്തേഡ്സും പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടെ നിന്ന് അവരിൽ അത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു 5 days വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും, അക്കാദമി സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കും, ആൻഡ് ഓൾസോ ഒരു 15 days വാട്സപ്പ് വർക്ക്ഷോപ്പ്, വാട്സപ്പ് ഫോളോ അപ്പ് കൊടുക്കും. അവിടെ അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ കൊടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ എന്തുണ്ടാവും, 15 days ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ സമീപിക്കാം.
നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഫുൾ ടൈം നമ്മൾ സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു സെഷന് ശേഷം അതിന്റെ പോസ്റ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യുന്നതാണ്. മാക്സിമം പറ്റുന്നവരെല്ലാം ഷെയർ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കണ്ടേ? നമ്മുടെ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്യുക. ഞാൻ ഉറപ്പ് തരുന്നു 5 ദിവസ വർക്ക്ഷോപ്പ് കൊണ്ട് കുട്ടികളിൽ വളരെ വലിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കും. ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് കൃത്യമായ ധാരണ അവരിൽ ഉണ്ടായിരിക്കും. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ പറ്റുന്നവരെല്ലാം ജോയിൻ ചെയ്യുക. എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കൊരു ഇന്ററാക്ഷൻ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചോദിക്കാം. ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കാം, ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കാം. ഏത് തരം ഡൗട്ട്സ് ആണെങ്കിലും നമുക്കിപ്പോ ക്ലിയർ ചെയ്യാം. മൈക്ക് യൂസ് ചെയ്തിട്ടും ചോദിക്കാം, ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടും ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ല. ഹലോ വിവാൻ, ചോദിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാം വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. ഹലോ മിസ്, എൻ്റെ പേര് അഫീന എന്നാണ്. എനിക്കൊരു ചെറിയ ഡൗട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ KG സെഷനിൽ സ്പെഷ്യൽ നീഡ് ടീച്ചറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും പറഞ്ഞാൽ ഇപ്പോഴത്തെ മാം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുട്ടികൾക്കും പറഞ്ഞാൽ ചെറിയ ഇപ്പോൾ ഫെയില് അവർക്ക് വെറും പാസ്ഡ് അല്ലേ അറിയണുള്ളൂ, ഫെയിൽ എന്താണെന്നുള്ള സ്കൂളിൽ നിന്ന് അറിയണില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്ക് ഒരു ഇപ്പോൾ വർക്ക് തന്നെ കൊടുത്താൽ ആ വർക്ക് ഫുള്ളാക്കിയില്ലെങ്കിൽ നമ്മൾ അത് അവിടെ കറക്ഷൻ ഉണ്ട് പറഞ്ഞാൽ ആ കറക്ഷൻ തിരുത്തി കൊടുത്താൽ അപ്പോഴത്തേനും അവർ ഇമോഷണലി ഡൗൺ ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് ലെവലാക്കി എടുക്കുക? കാരണം KG സെക്ഷൻ അല്ലേ, കാരണം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് അങ്ങനെ അവർ റെഡി ആവില്ലല്ലോ. അപ്പൊ അതിനെന്താണ് മെത്തേഡ്? ഓക്കെ, അതെന്താന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് തോൽവികൾ എന്താന്ന് കുട്ടികളെ അറിയുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ കുട്ടികളില് അവരെന്ത് കരഞ്ഞ് വാശി പിടിച്ചാലും അത് നേടിക്കൊടുക്കുക, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അവരെ വിഷമിക്കാൻ പാടില്ല. സോ നമ്മൾ തിരുത്തി കൊടുത്താലും അവർക്ക് ഭയങ്കര വിഷമായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ അവരുടെ തെറ്റുകൾ ഇങ്ങനെ തിരുത്തി കൊടുക്കുമ്പോൾ അവർക്ക് മെന്റലി ഭയങ്കര വിഷമം വരുന്നു. അപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവര് സങ്കടപ്പെടുന്നത് നമുക്ക് കാണാൻ വയ്യ, അല്ലേ? കുട്ടികൾ വിഷമിക്കുന്നത് നമുക്ക് കാണാൻ വയ്യ. ഓക്കെ, ഇത് പാരന്റ് നമ്മള് Yes. കാണുന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞോ. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അതാണ് അറിയേണ്ടത്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വലിയൊരു പങ്ക് പാരന്റ്സിന്റെ പോലെ തന്നെ ടീച്ചേഴ്സിനും ഉണ്ട്. ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരോട് അവരുടെ തെറ്റ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തെറ്റ് പറ്റി, ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഒരു വേർഡ് എഴുതി അത് ശരിയായിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയുന്നതോടുകൂടി അത് ശരിയായ രീതിയിൽ എഴുതാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരോട് പറയാം, അവർക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുക, ഓക്കെ ഇത് ശരിയായ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക. അവരെ അവരുടെ കൂടെ നിന്ന് എൻകറേജ് ചെയ്യുക. അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് അത് ശരിയാക്കുന്നത് വരെയും എൻകറേജ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ അവരോട് പറയും, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, തെറ്റുകൾ സംഭവിക്കും, സാരമില്ല, മോൾ അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെ പറ്റിപ്പോയതല്ലേ, ശ്രദ്ധിക്കാത്തത് കാരണം സംഭവിച്ചതല്ലേ, നമുക്കിത് ശരിയാക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭംഗിയിൽ എഴുതാൻ സാധിക്കും. അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ ഈ ഒരു തെറ്റുകൾ സംഭവിക്കാതിരിക്കും, അതിനു വേണ്ടിയാണ് എന്ന രീതിയിൽ അവരെ മനസ്സിലാക്കിയിട്ട് അവരുടെ കൂടെ എൻകറേജ് ചെയ്ത് അവരത് ശരിയാക്കുന്നത് വരെയും അവരുടെ കൂടെ നിൽക്കുക. അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അവരത് ശരിയാക്കുന്ന വരെയും അവരെ എൻകറേജ് ചെയ്തിട്ട് അവരുടെ കൂടെ നിൽക്കുക. ഇത് ശരിയായി കിട്ടും,
ഇറ്റ്സ് ഓക്കെ, സാരമില്ല. ഇനിയിപ്പോ ശരിയായില്ല, സാരല്ല കേട്ടോ, നാളെ വരുമ്പോ ശരിയാവും, അല്ലെങ്കിൽ കുറച്ച് ദിവസം എടുത്തിട്ടൊക്കെ പിന്നെ ശരിയായിക്കോളും. സമയം എടുത്തിട്ടാണെങ്കിലും നമുക്കത് ശരിയാക്കാൻ പറ്റും, നിന്നെ കൊണ്ട് പറ്റും, മോളെ കൊണ്ട് പറ്റും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാ. ഓക്കെ, ഈ രീതിയിൽ ഓക്കെ നമ്മൾ മാം. അവരെ നല്ല എൻകറേജ് ചെയ്യുക. എൻകറേജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇവർക്ക് മാറ്റം വരില്ല. ശരിയാണ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നാളെ തൊട്ട് നമ്മൾ തെറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഓക്കെ ആയിക്കൊള്ളില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ്ലി ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ അവരെപ്പോഴും എൻകറേജ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ ഓക്കെ ആയി വരും. ഗ്രാജുവലി അവരുടെ മെല്ലെ മെല്ലെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് നമ്മളാണ്. ക്ഷമ നമുക്കാണ് വേണ്ടത്. അതുവരെ നമ്മൾ വേണം അവർക്ക് എന്ത് ചെയ്യാൻ, അവര് ശരിയാവുന്നത് വരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്. ഓക്കെ മാം, താങ്ക് യു. അതായത് മാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ ആയി കഴിഞ്ഞാലും അവരുടെ ഡിസപ്പോയിൻമെന്റ് ആയി കഴിഞ്ഞാൽ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് അക്നോളജ് ഒരു ഫെയിലിയറിനെ പലപ്പോഴും പാരൻസ് ആയി കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും ഒക്കെ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ അക്നോളജ് ചെയ്യുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. കൂടെ നിൽക്കാൻ ആരുമില്ല. ഫെയിലിയർ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പാതകമാണ് എന്ന ഒരു ചിന്ത പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, എക്സാം സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. എക്സാം എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾ ഭയങ്കര ഡൗൺ ആയി. അപ്പൊ അവരുടെ ഫസ്റ്റ് ചിന്ത തന്നെ തോക്കുമോ എന്നുള്ളതാണ്. ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികൾ വരെ കൗൺസിലിങ്ങിന് വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് തോൽക്കുമോ എന്നുള്ള ചിന്തയാണ് ഫസ്റ്റ് വരുന്നത്. അതായത് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ചിന്തകളിൽ ആദ്യം തോൽക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് ഫസ്റ്റിലേ തന്നെ വരുന്നത്. അത് എവിടെ നിന്നാ വരുന്നത്? അത് നീ തോൽക്കാൻ പാടില്ല എന്നുള്ള ഒരു സാമൂഹിക മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന, തോൽക്കാനേ പാടില്ല, തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ മോശമാണ്, വീണ് കഴിഞ്ഞാൽ മോശമാണ്, അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ? നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് എന്താണ്, നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു, നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മോശമായിട്ട് നമുക്ക് തോന്നാണ്. സ്വാഭാവിക ഒരു പ്രക്രിയയാണ് വീഴുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതേപോലെ തന്നെ കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിന് അതിന്റെ പരിമിതി ഉണ്ട്. കാരണം നേരത്തെ പേരൻസ് വഴി കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും പിന്നീട് അവര് ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നായിരിക്കും അവര് ഉണ്ടാവുക. അപ്പൊ അവിടെ ആ ഒരു പരിമിതി നമുക്ക് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലുള്ള കോപ്പറേഷൻ ആണ് ശരിക്കും കുട്ടികളെ വളർത്തുന്നിടത്ത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഓരോ ഇമോഷൻസിനെയും അവരെന്താണ്, അവരുടെ പ്രകൃതം കൃത്യമായിട്ട് പേരൻസിലേക്ക് കൺവേ ചെയ്യാനും അവരെങ്ങനെ അവരുടെ പിന്നെ ഹോം അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് കൂടി തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ പേരൻസിന് കൊടുക്കേണ്ടിയും വരും. അപ്പൊ ഇത് രണ്ടും അതായത് നമ്മൾ ഇവിടെ കൊടുത്തിട്ട് മാത്രം പോരാ, അവിടെ നിന്നും കൂടി ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് രണ്ടും കൊളാബറേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ മുൻപ് മറ്റൊരു കാര്യം, ഇപ്പോ ഈ എക്സാമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് മത്സര ബുദ്ധിയുടെ, പാരന്റ്സിനാണ് കൂടുതൽ മത്സരം. അവരുടെ കുട്ടി അങ്ങനെയായി, ഇവരുടെ കുട്ടി ഇങ്ങനെയായി, നിനക്ക് എന്തെന്തോ മാർക്ക് കുറഞ്ഞു. കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെറിയ കുട്ടി തൊട്ടിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, എക്സാം നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. അവർ പ്രിപ്പയർ ചെയ്തോട്ടെ. എക്സാമിന് പോകുമ്പോൾ പറയാ, മാക്സിമം പറ്റുന്നത്ര എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും സാരമില്ല, ശ്രമിക്കാതിരിക്കരുത്. അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് വാങ്ങണം, ഫസ്റ്റ് റാങ്ക് കിട്ടണം, എന്തുകൊണ്ട് ഒരു മാർക്ക് കുറഞ്ഞു, ഈ രീതിയിലൊക്കെ മാറിയിട്ട് മാക്സിമം പറ്റുന്ന പോലെ, നിന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ചെയ്യാ. ഇനി പേപ്പർ കിട്ടുന്ന സമയത്താണെങ്കിലും അവരോട് പറയാ, ഇറ്റ്സ് ഓക്കെ, സാരമില്ല, അടുത്ത സമയം നമുക്ക് ട്രൈ ചെയ്യാലോ. ഇപ്പൊ നീ ട്രൈ ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ മെച്ചപ്പെടാൻ സാധിക്കും. അത്രേ ഉള്ളൂ. തോൽവി എന്ന് പറയുന്നത് ഒരു വിഷയമേ ആക്കിയെടുക്കാതിരിക്കുക. അവരുടെ കൂടെ നമ്മൾ എൻകറേജ് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുക. മാർക്ക് കുറഞ്ഞാലും സാരമൊന്നുമില്ല, അടുത്ത പ്രാവശ്യം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഈ സാരമില്ല, ഇറ്റ്സ് ഓക്കെ, നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ആ ഒരു എക്സാമിനോടുള്ള പേടി, തോൽവിയോടുള്ള പേടി, തോൽവി എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം എന്ന രീതിയിലോട്ട് മാറി ചിന്തിക്കാൻ അവർക്ക് സാധിക്കണം. അത് നമ്മൾ കുറെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ അവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മാറാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാവർക്കും ഓക്കെ ആയതല്ലേ? ഡൗട്ട്സ് ഉണ്ടോ? എല്ലാതരം ഡൗട്ട്സും ചോദിക്കാട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇമോഷണലി കുട്ടികളെ എംപവർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. വളരെ മനോഹരമായി തന്നെ ആ സെഷൻ ആയിഷ മാം കൈകാര്യം ചെയ്തു. ചോദ്യങ്ങൾ ഉണ്ടായി. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ വെബിനാറുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടെ ആയിഷ മാം പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികളിൽ രൂപപ്പെടുത്താനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. ഇപ്പൊ താല്പര്യപ്പെടുന്നവരൊക്കെ ബന്ധപ്പെടുക. നമ്മുടെ ഫർദർ വെബിനാറുകളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ അതേപോലെ തന്നെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഒക്കെ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും സന്തോഷം, സ്നേഹം. താങ്ക് യു സോ മച്ച്. Bye bye. Good night. Thank you so much.